എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ലോകം അവസരങ്ങളുടേതാണ്. അവ കണ്ടെത്തുന്നവർ, വ്യത്യസ്തങ്ങളായി ചിന്തിക്കുന്നവർ, ക്രിയേറ്റീവായി ചിന്തിക്കുന്നവർ, ബുദ്ധിപരമായ വിവേകപരമായ തീരുമാനങ്ങൾ എടുത്ത് തങ്ങളുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്നവർ അത്ഭുതകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നു. അമേരിക്കയിലെ പ്രശസ്തമായ തീം പാർക്ക് ഡിസ്നി ലാൻഡ് സ്ഥാപിക്കുന്നതിനായി വാൾട്ട് ഡിസ്നി അനുഭവിച്ച കഷ്ടപ്പാടുകൾ വളരെയേറെയാണ്. അദ്ദേഹം തൻ്റെ സ്വപ്ന പദ്ധതിക്കുള്ള പ്ലാനുകൾ തയ്യാറാക്കി, ചിത്രങ്ങൾ വരച്ചു, അത് തൻ്റെ ഭാവനയിൽ കണ്ടു. വലിയ തുക ബാങ്ക് ലോൺ ലഭിച്ചെങ്കിൽ മാത്രമേ ആ സ്വപ്നം യാഥാർത്ഥ്യമാവുകയുള്ളൂ. അദ്ദേഹം പേപ്പറുകളുമായി ബാങ്കുകൾ കയറിയിറങ്ങുവാൻ തുടങ്ങി. പക്ഷേ ഒരു ബാങ്കുകാരും ഈ സംരംഭത്തിന് അദ്ദേഹത്തിന് ലോൺ കൊടുക്കുവാൻ തയ്യാറായില്ല. ബാങ്കുകാർ തമ്മിൽ പരസ്പരം പറഞ്ഞു, ഒരു ഭ്രാന്തൻ കുറച്ച് പേപ്പറുമായി ലോണിന് കയറിയിറങ്ങുന്നുണ്ട്. അയാളുടേത് ഒരു ഭ്രാന്തൻ സ്വപ്നമാണ്. അയാൾ ലോണിന് വരുമ്പോൾ ഒഴിവാക്കി വിടണം എന്ന്. അദ്ദേഹം സമീപിച്ച ബാങ്കുകാരെല്ലാം അയാളെ ഒഴിവാക്കി. അദ്ദേഹത്തിന്റെ സമനില തെറ്റിയിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന്റെ സഹോദരനും കമ്പനിയിലെ മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും പറഞ്ഞു. ഭാര്യയിൽ നിന്ന് വരെ അദ്ദേഹത്തിന് എതിർപ്പുണ്ടായി. അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന 2 വീടുകളിൽ ഒന്ന് പണം കണ്ടെത്തുന്നതിനായി വിറ്റു. അടുത്ത വീട് ഭാര്യയുടെ പേരിൽ എഴുതി കൊടുത്തു. വീട്ടുകാരുടെ എതിർപ്പ് കൂടി വന്നപ്പോൾ അയാൾക്ക് കുറച്ചുനാൾ തൻ്റെ മകളുടെ വീട്ടിൽ പോയി താമസിക്കേണ്ടിയും വന്നു. എങ്കിലും അയാൾ തൻ്റെ സ്വപ്നം ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല. അവസാനം 303-ാമത്തെ ബാങ്കുകാരൻ അദ്ദേഹത്തിന് ലോൺ അനുവദിച്ചു. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സഹായിക്കാൻ പറ്റുന്ന കുറെ വ്യക്തികളെ അദ്ദേഹം കണ്ടെത്തി. 14 വർഷങ്ങൾക്ക് ശേഷം $17 മില്യൺ മുതൽ മുടക്കിൽ ഡിസ്നി ലാൻഡ് യാഥാർത്ഥ്യമായി തീർന്നു. അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ, തന്റെ മനസ്സിൽ കണ്ടതുപോലെ ഒരു വൻ വിജയമായി തീർന്നു അത്. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം $400 മില്യൺ മുതൽ മുടക്കുള്ള ഡിസ്നി വേൾഡും യാഥാർത്ഥ്യമായി തീർന്നു. ഒരു വർഷം ഏതാണ്ട് 20 ലക്ഷത്തോളം പേർ ഡിസ്നി വേൾഡ് സന്ദർശിക്കുന്നു. ഫാന്റസിയുടെയും ഇമാജിനേഷന്റെയും മാന്ത്രിക അനുഭൂതിയിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ലോകപ്രശസ്തമായ ഒരു തീം പാർക്കായി തീർന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. എന്തു വില കൊടുത്തും എത്ര ത്യാഗങ്ങൾ സഹിച്ചാണെങ്കിലും ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും എന്ന രീതിയിൽ ചിന്തിച്ച് പ്രതിബദ്ധതയോടെ നിരന്തര പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നവർക്കാണ് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നമ്മെ കളിയാക്കുന്നവർ ഉണ്ടാകാം, നമ്മുടെ തോൽവി ആഗ്രഹിക്കുന്നവർ ഉണ്ടാകാം, നമ്മെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ ഉണ്ടാകാം, തിരസ്കരിക്കുന്നവർ ഉണ്ടാകാം. പക്ഷേ മനസ്സ് തളരാതെ അവയൊക്കെ അവഗണിച്ച് തങ്ങളുടെ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്നവർക്ക് തങ്ങളുടെ സ്വപ്നങ്ങളൊക്കെയും യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ സാധിക്കും. വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും. വാൾട്ട് ഡിസ്നിയുടെ ജീവിതത്തിലുണ്ടായ തിരസ്കരണങ്ങൾ, അവമാനങ്ങൾ, കളിയാക്കലുകൾ, പരാജയങ്ങൾ, തിരിച്ചടികൾ, ബുദ്ധിമുട്ടുകൾ ഒന്നും അദ്ദേഹത്തെ തന്റെ സ്വപ്നത്തിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല. നിശ്ചയദാർഢ്യത്തോടെ അദ്ദേഹം മുമ്പോട്ട് പോയി തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു, ലോക ചരിത്രത്തിൽ ഇടം പിടിച്ചു. നമുക്കും ഇത്തരം മഹാന്മാരുടെ പ്രവർത്തന രീതികൾ മാതൃകയാക്കാം, വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാം. വാഷിംഗ്ടൺ എന്ന കോളേജ് അധ്യാപകൻ തന്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞ ഒരു ആപ്തവാക്യം ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. നിങ്ങളിൽ ഒരാൾക്കെങ്കിലും നിങ്ങളെക്കുറിച്ച് ഒരു വിശാലമായ കാഴ്ചപ്പാടിന്റെ സ്ഫുരണമുണ്ടായാൽ, നിങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് ബോധ്യം വന്നാൽ, എന്താണ് നിങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതെന്ന് മനസ്സിലായാൽ, ചരിത്രപരമായ പരിപ്രേക്ഷ്യത്തിൽ ലോകം ഇതേപോലെ തന്നെ ആവർത്തിക്കില്ല. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കും, സമൂഹവും നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കും. ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതങ്ങളെ സ്പർശിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. എല്ലാവർക്കും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു, നിങ്ങളെ അഭിനന്ദിക്കുന്നു. ജീവിതത്തിൽ വളരെ നല്ല അറിവുകൾ നേടുന്നതിനും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിനും സഹായിക്കുന്ന മൈൻഡ് മാസ്റ്ററി ക്ലാസ്സുകളിലേക്ക് എല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവരും നേട്ടങ്ങളും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും സന്തോഷവും എല്ലാം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.